കാർക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ വണ്ടിയുടെ കീ റിമോട്ടിൻ്റെ ബാറ്ററി എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. അത് വീക്കായി കഴിയുമ്പോൾ നമുക്ക് സെൻട്രൽ ലോക്ക് വർക്ക് ആവാറില്ല, അതുപോലെ വാർണിംഗ് ലൈറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓൾറെഡി ഓണാണ്, നീ അഴിച്ചു തുടങ്ങിക്കോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സ്ക്രൂവ്, ഒരു ചെറിയൊരു സ്ക്രൂ ആണ് വരിക കീയുമ്മേ. അത് നമുക്ക് ഇടത്തോട്ട് തിരിച്ചിട്ട് അഴിക്കാം. അപ്പം അതിൽ സ്യൂട്ടബിളായിട്ടുള്ള ഒരു ചെറിയത് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇടത്തോട്ട് തിരിച്ച് ഫുള്ളായിട്ട് അത് ലൂസ് ചെയ്ത് എടുക്കുക കേട്ടോ. അത് എടുത്തതിന് ശേഷം ആ സ്ക്രൂ അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഒരു ക്യാപ്പ് പോലെയാണ്, ജസ്റ്റ് ഒന്ന് മേലോട്ട് പൊന്തിച്ചാൽ മതി, അത് ഇങ്ങോട്ട് ഊരി ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അതിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കാണുന്നതാണ് നമ്മളെ ബാറ്ററി ഇടേണ്ട കേസ്. നമ്മുടെ ആ ലോക്ക് അൺലോക്ക് ബട്ടൺ ആ റബ്ബറിൻ്റെ എഴുതിയുള്ളവർക്കൊന്ന് പിടിച്ച് അമർത്തി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ആ ബാറ്ററിയുടെ പവർ കുറയുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പവർ കുറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ആ സെൻട്രൽ ലോക്ക് വർക്ക് ആവാണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കണക്ടറോ അല്ലെങ്കിൽ മൈനസിൻ്റെ ഒരു പോർഷനോ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ അത് ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങോട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിലത്തെ ആ ബാറ്ററി അതേപോലെ തന്നെ നമ്മൾ ആ മൈനസ് കൊണ്ട് പുറത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മാറേണ്ട ബാറ്ററി, പുതിയ ബാറ്ററി എടുത്തിട്ട് അവിടേക്ക് ആ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണ് നമ്മൾ അഴിക്കുമ്പോൾ ഇരുന്നിരുന്നത് അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതേ പൊസിഷനിൽ തന്നെ നമ്മൾ ആ പുതിയ ബാറ്ററി എടുത്ത് അതിലേക്ക് വയ്ക്കുക. അതായത് പോസിറ്റീവ് ഭാഗം അതിൻ്റെ അടിഭാഗത്തേക്കായിട്ടാണ് വരാം കേട്ടോ. പോസിറ്റീവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഭാഗം അടിഭാഗത്തേക്കായിട്ട് തിരിച്ച് അടിഭാഗത്തേക്കായിട്ട് വെക്കുക. അതിന് പുതിയ ബാറ്ററി നമ്മൾ അതിൽ ഫിക്സ് ചെയ്യുകയാണ്, അടിയിലേക്ക് ആക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ ആ ക്യാപ്പ് തിരിച്ച് അതിൻ്റെ ആ പൊസിഷൻ നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ലോക്കായിട്ട് അതിരിക്കും. പ്രസ് ചെയ്ത് ലോക്കാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ നേരത്തെ അഴിച്ചെടുത്ത പോലെ തന്നെ ആ ബാറ്ററിയുടെ കേസിലേക്ക് ആ ലോക്ക് അൺലോക്കിൻ്റെ ആ റബ്ബറിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് വെച്ചിട്ട് അമർത്തുക. അത് കഴിഞ്ഞിട്ട് അതിൽ ക്യാപ്പ് ഇടുക. ക്യാപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു ലോക്ക് പോലെ ഉണ്ട്, കറക്റ്റ് ഇരുത്തിക്കോളും. എന്നിട്ട് നേരെ അവിടെ വയ്ക്കുക, സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഒരു സ്വിഫ്റ്റ് വണ്ടിയുടെയാണ്. അപ്പോൾ ഇതിൻ്റെ മാറ് എങ്ങനെയാണ്, ഇതുപോലെ കീലെസ് വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീ വേറെ ടൈപ്പാണ്. അതെങ്ങനെ ചെയ്യാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഓൾറെഡി ടൈറ്റ് ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കുക. ഞാനിനി ആ കീരി കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു ബെലീനോ കാറിൻ്റെ കീ ആണ്. ഇതിൻ്റെ ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം കീ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു ലോക്ക് പോലെ കാണാം. അത് ജസ്റ്റ് ഇങ്ങോട്ട് തള്ളുക. ഞാൻ കാണിച്ചു തരാം. അത് നോർമലി ഇങ്ങോട്ട് തള്ളിയിട്ട് ആ ലോക്ക് ഇങ്ങോട്ട് തള്ളി പിടിച്ചിട്ട് ആ കീ ഇങ്ങോട്ട് ബാക്കിലേക്ക് വലിച്ചാൽ നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ ആ കീ എടുക്കാൻ പോവാണ്. തള്ളി പിടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് എടുക്കുക. ആ കീ എടുത്തതിന് ശേഷം അതിൻ്റെ അവിടേക്ക് നോക്കിയ ഒരു 2 വെട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട്. ഇപ്പോൾ കാണാമെന്ന് ചോദിക്കണം. 2 വെട്ട് പോലെ അതിൻ്റെ അടിഭാഗത്ത് കാണാം. അവിടെ നമ്മളൊരു ചെറിയൊരു കണക്ടറോ മൈനസ് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലേക്ക് ഒന്ന് തിക്കുക. അത് ജസ്റ്റ് തിക്കി കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിന്ന് വിടും. അതിന് ശേഷം ജസ്റ്റ് അത് 2 പീസ് ആക്കുക. അവിടെയാണ് ആ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗമാണ് നമുക്ക് മേപ്പോട്ട് വരേണ്ടത്, അടിയിൽ നെഗറ്റീവ് ഭാഗം വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ടിട്ട് തിരിച്ച് അത് തന്നെ ഇട്ട് കാണിച്ചു തരാം, കാരണം ഇതിൻ്റെ ബാറ്ററി കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അതുകൊണ്ട് തന്നെ തിക്കിങ്ങിട്ട് എടുക്കുക. അതിൽ അടിഭാഗത്താണ് നെഗറ്റീവ് വരിക, മേൽഭാഗത്ത് ഈ പോസിറ്റീവ് എന്ന് എഴുതിയ പോർഷൻ മേൽഭാഗത്തായിട്ട് വരേണ്ടത്. എന്തായാലും അഴിക്കുമ്പോൾ അവിടെ ക്ലാവ് എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുക. അതിലേക്ക് ഓൾറെഡി പ്ലസ് സൈഡ് മേലേക്ക് ആക്കുന്ന വിധത്തിൽ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ക്യാപ്പ് അതുപോലെ തന്നെ ആ സെയിം പൊസിഷനിൽ വെച്ചിട്ട് നേരെ പ്രസ് ചെയ്താൽ മതി. സാധാരണ നോർമലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. അതിന് ശേഷം കീ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ ആ ചെയ്ത പോർഷൻ തിരിച്ചിങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് നേരെ ആ ലോക്ക് ഇങ്ങോട്ട് വലിച്ച് പിടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് അമർത്തുക. എന്നിട്ട് ആ ലോക്ക് വിട്ടാൽ മതി. ഇങ്ങനെയാണ് ഈ കീലെസ്സിൻ്റെ കീ മാറാട്ടോ, അല്ല കീ അല്ല ബാറ്ററി മാറാട്ടോ.